ലൂസിഫർ ഒരു അവസ്ഥ അതൊരു ആവറേജ് സിനിമ എന്ന് പറയുമ്പോൾ കഥയൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലും ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാരുടെ സ്വത്തിന് താല്പര്യമുള്ള മക്കൾ, നാരായണീൻ്റെ മൂന്നാൺമക്കളെന്നൊക്കെ ആ സിനിമയിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതേപോലെ ഒരു സ്വത്തിന് ആഗ്രഹിക്കുന്ന മക്കൾ. പിന്നെ സിനിമയുടെ ഏറ്റവും മെജോറിറ്റി നമ്മുടെ ഷാജോണിൻ്റെയും ദിലീഷ് പോത്തൻ്റെയും പെർഫോമൻസാണ് ഈ സിനിമയിൽ അധികവും. പിന്നെ നമ്മുടെ വിജയരാഘവനുണ്ട്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിലെ പോലുള്ള അതുപോലെ എന്തെങ്കിലും പെർഫോമൻസ് കാണുമെന്ന് തോന്നി. പക്ഷേ അതിൽ അദ്ദേഹത്തിന് അത്രത്തോളം പെർഫോം ചെയ്യാനില്ല. പിന്നെ സരിനുണ്ട്, ലെനയുണ്ട്, പിന്നെ ഷാജോണും ദിലീഷ് പോത്തനാണ് ഈ സിനിമയുടെ ഒരു 90% അവരുടെ പെർഫോമൻസ് കൊണ്ട് പോകുന്ന സിനിമയാണ്. പിന്നെ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ വളരെ നല്ല സ്മൂത്തായിട്ട് ഒഴുക്കോട് പോകുന്ന സിനിമ. പിന്നെ സിനിമ എങ്ങനെയോ ആ സിനിമ എവിടെയെങ്കിലും ഇടിച്ച് നിർത്തണമല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു സെക്കൻഡ് ഹാഫ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുക. ഒരു ക്രൈം നടക്കും സിനിമയിൽ, പക്ഷേ ആ ക്രൈം നമ്മൾ പ്രേക്ഷകനായ ആൾക്കാർക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിനെ മറയ്ക്കാൻ വേണ്ടി, അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഇത്. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കുസി വരുന്നുണ്ട്. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന ഒരു തരുമ്പ് പോലും ഒരു രസമില്ലാത്ത ഭാഗമാണ്. അതൊരു വൾഗറായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ആ കഥ. പിന്നെ നമ്മൾ ആ ഒരു സെക്കൻഡ് ഹാഫ് നമുക്ക് നന്നായിട്ട് ഒരു വെറുപ്പീര് ആയിട്ട് വരാം. അങ്ങനെ കാണാൻ മാത്രം മൊത്തത്തിൽ സിനിമ ഭയങ്കര നല്ലതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കണക്റ്റ് ആവില്ല. അമ്മായൊരു ത്രില്ലർ പോലെയൊക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ ഒന്നും ഏൽക്കില്ല. അങ്ങനത്തെ ഒരു കഥയാണ്. ശരിക്കും മെസ്സേജാണ് കേട്ടോ പടം. നല്ലൊരു മെസ്സേജാണ്. കാണാനും കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം എല്ലാവരെയും നല്ല അഭിനയം. എല്ലാവരും അഭിനയം കുഴപ്പമില്ല. ഫിലിം നല്ല ഫിലിമാണ്. കുറച്ച് ബോറടി, കാണികൾക്ക് കുറച്ച് ബോറടിയായി പോയി. എങ്ങനെ മെസ്സേജാണോ പടം? കൊള്ളാം. അങ്ങനെയുണ്ട്. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? വിജയരാഘവൻ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? എല്ലാവരും 3 പേര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ജീവിതത്തിൽ സംഭവിച്ചു വന്നൊരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു ചിത്രമാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? പ്രധാനപ്പെട്ട 3 വിജയരാഘവനും നമ്മുടെ കലാഭവൻ ഷാജൻ, പ്രബോധൻ, 3 പേര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. പിന്നെ ലൊക്കേഷനും അതിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ നന്നായിട്ട്. ചേട്ടാ എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം സൂപ്പറാണ്. നാച്ചുറൽ ആക്ടിങ് കണ്ടിരിക്കും. എങ്ങനെ വിജയരാഘവനും കലാഭവൻ ഷാജോനും ദിലീഷ് പോത്തനൊക്കെ എങ്ങനെയുണ്ട്? ദിലീഷ് പോത്തൻ നൈസ് ആക്ടിങ്, അറിയാമല്ലോ. നൈസ് ആക്ടിങ്. ഓവറോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? വലിയ തെറ്റില്ല, നല്ല കണ്ടിരിക്കാനുള്ളതുണ്ടോ? എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട് ചേട്ടാ? അഭിനയം എങ്ങനെ? എല്ലാവരുടെ ഓക്കെ. എങ്ങനെ വിജയരാഘവനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദിലീഷ് പോത്ത എങ്ങനെയുണ്ട്? എങ്ങനെ ഫാമിലി സ്റ്റോറിയാണോ? ഓക്കെ. എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണോ? വിജയരാഘവൻ എങ്ങനെയുണ്ട്? പടം കൊള്ളാമോ? ഓക്കെ. വിജയരാഘവൻ കൊള്ളാം അല്ലേ? ഓക്കെ. പടം കുഴപ്പമില്ല, നല്ല പടമാണ്. സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു കഥയും കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയമൊക്കെ സൂപ്പറാണ്. ആരും മോശക്കാരൊന്നുമല്ല. സൂപ്പർ സ്റ്റാറുകളില്ലെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും കൊള്ളാം. നല്ല പടമാണ്. നമ്മുടെ ഒരു കിഷ്കിന്ധാകാന്ഡയുടെ ഒരു ഫ്ലേവറില്ലേ, ഫ്ലേവർ നല്ല പടമാണ്. കണ്ടുകൊണ്ടിരിക്കുക. ചേട്ടാ എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം? അഭിനയം ഷാജുവും ദിലീഷ് പോത്തനും. അറിയാലോ, ദിലീഷ് പോത്തൻ ഇപ്പോൾ ഏത് പടം എടുത്താലും ഒരുവിധം നല്ല കഥയും. ചേട്ടാ ത്രില്ലടിപ്പിക്കുന്നുണ്ടോ? പടം കണ്ട് ത്രില്ലടിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. കൊള്ളാം, നല്ല കഥയാണ്. അങ്ങനെ കനീകൃഷ്ണ ഹൃദയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ റോളില്ല, പക്ഷെ ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു. ചേട്ടാ ശരിക്കും ഒരു മെസ്സേജാണോ പടം? മെസ്സേജുണ്ട്. കുറച്ച് കുടുംബസ്നേഹം, ബോണ്ടിങ്, അതിൻ്റെ കാര്യമുണ്ട്. ഇടയ്ക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ലേറ്റർ അവർ തിരിച്ചറിയും, റീയുണൈറ്റ് ആവും. യൂത്തിനൊക്കെ കണക്റ്റ് ആവുമോ പടം? നല്ല പടവും. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും.